നമസ്കാരം. ന്യൂസിലൻഡ് vs സൗത്ത് ആഫ്രിക്ക സെമി ഫൈനൽ. തൂക്കി നോക്കിയാൽ ആരെയാണ് കൂടുതൽ ഇഷ്ടമെന്ന് പറയാൻ പറ്റാത്ത രണ്ട് ടീമുകൾ. ന്യൂസിലൻഡാണ് സൗത്ത് ആഫ്രിക്കയുടെ സെമി ഫൈനലിലെ എതിരാളി എന്ന് അറിഞ്ഞ നിമിഷം എനിക്ക് ഓർമ്മ വന്നത് 2015 വേൾഡ് കപ്പിലെ സെമി ഫൈനലാണ്. എന്നെ ഇത്രയധികം ഒരുപാട് വിഷമിപ്പിച്ച ഒരു മാച്ചായിരുന്നു AB de Villiers, മോണി മോർക്കൽ, ഡെയിൽ സ്റ്റെയിൻ എന്ന് വേണ്ട സൗത്ത് ആഫ്രിക്കയിലെ എനിക്ക് പ്രിയപ്പെട്ട എല്ലാ താരങ്ങളും ഗ്രൗണ്ടിലിരുന്ന് കരയുന്ന കണ്ട മാച്ച്. ന്യൂസിലൻഡ് ആണെന്നുണ്ടെങ്കിലും കഴിഞ്ഞ കുറേ നാളുകളായിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് ICC ട്രോഫികളുടെ സെമി ഫൈനലിലും ഫൈനലിലും ഒക്കെ വരുന്നുണ്ടെങ്കിലും അവർക്കും ഈ അടുത്ത കാലത്തെങ്ങും ഒരു ICC ട്രോഫി നേടാനായിട്ടില്ല. ഈ മാച്ച് നടക്കുന്നത് ഗദ്ദാഫി സ്റ്റേഡിയത്തിലാണ്, ലാഹോറിൽ. എനിക്ക് ന്യൂസിലൻഡും സൗത്ത് ആഫ്രിക്കയും പ്രിയപ്പെട്ട ടീമുകളാണെന്നുണ്ടെങ്കിലും സൗത്ത് ആഫ്രിക്ക അത് ഒരു പ്രത്യേക വികാരമാണ്. അത് ജാക്കിസ് കല്ലീസിൽ തുടങ്ങി AB de Villiersലൂടെ ഇന്നും തുറന്നു പോകുന്ന ഒരു സ്നേഹമാണ്. സൗത്ത് ആഫ്രിക്ക ഒരു ICC ടൂർണമെന്റിൽ കപ്പ് നേടണം എന്നുള്ളത് എന്നെ സംബന്ധിച്ച് വലിയൊരു ആഗ്രഹമാണ്. സോ ഈ ഒരു മാച്ചിൽ എനിക്ക് പൂർണ്ണമായിട്ട് സൗത്ത് ആഫ്രിക്ക ജയിക്കണമെന്ന് തന്നെയാണ് ആഗ്രഹം. നമുക്ക് എന്തായാലും രണ്ട് ടീമിന്റെയും ബാറ്റിങ്ങിനെ ഒന്ന് കമ്പയർ ചെയ്യാം. സൗത്ത് ആഫ്രിക്ക ന്യൂസിലൻഡിനെ കമ്പയർ ചെയ്യുമ്പോൾ ബെറ്റർ ആയിട്ടുള്ളൊരു കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ബാറ്റിംഗ് പെർഫോമൻസ് ആണ് ഈ ടൂർണമെന്റിൽ കാഴ്ചവെച്ചിരിക്കുന്നത്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ അവരുടെ ഓപ്പണർ ആയിട്ടുള്ള റിക്കൽട്ടൺ നല്ല ഫോമിലാണ്. ബാവുമ ഈ മാച്ച് കളിക്കുമെന്ന് അറിയില്ല. ബാവുമ ഇല്ലാന്നുണ്ടെങ്കിൽ ക്രിസ്ത്യൻ സ്റ്റെപ്സ് ആയിരിക്കും കളിക്കുന്നത്. ബാവുമ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇമ്പോർട്ടൻറ്റ് മാച്ചുകളിൽ ഒരു പക്ഷേ ബാവുമ പെർഫോം ചെയ്തേക്കാം. വാൻഡർസൺ നമ്പർ 3 മികച്ച പെർഫോമൻസ് ആണ് സൗത്ത് ആഫ്രിക്കയ്ക്ക് വേണ്ടിയിട്ട് ഈ ടൂർണമെന്റിൽ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു 2022 ശേഷം നോക്കുകയാണെന്നുണ്ടെങ്കിൽ സൗത്ത് ആഫ്രിക്കയ്ക്ക് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ റൺ അടിച്ച, ഏറ്റവും കൂടുതൽ 50+ സ്കോർ ചെയ്ത ഒരു ബാറ്റ്സ്മാനാണ് വാൻഡർസൺ. ഇപ്പോൾ ഈ കഴിഞ്ഞ അഫ്ഗാനിസ്ഥാനോടുള്ള മാച്ച് നോക്കിയാലും വാൻഡർസൺ നന്നായിട്ട് സ്പിന്നിനെ കളിക്കുന്നുണ്ട്, നന്നായിട്ട് പേസ് ബോളേഴ്സിനെയും കളിക്കുന്നുണ്ട്. സോ വാൻഡർസൺ സൗത്ത് ആഫ്രിക്കയെ സംബന്ധിച്ച് ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ബാറ്റ്സ്മാനാണ്. പിന്നീട് വരുന്ന മാർക്രം ഒരുപാട് നാളുകൾക്ക് ശേഷം വീണ്ടും ടച്ചിലേക്ക് വന്നതായിട്ട് തോന്നുന്നുണ്ട്. അതിനുശേഷം ക്ലാസൻ, മില്ലർ, ഇവർ രണ്ടുപേരുടെയും ക്ലാസ് നമുക്ക് എടുത്തു പറയേണ്ട ആവശ്യമില്ല. എക്സെപ്ഷണൽ ആയിട്ടുള്ള ഫിനിഷേഴ്സ് ആണ് ഇവർ രണ്ടുപേരും. അതിനുശേഷം മുൾഡറും യാൻസനും. സൗത്ത് ആഫ്രിക്കയുടെ ബാറ്റിംഗിന്റെ ഡെപ്ത് അപാരമാണ്. ഇനി ന്യൂസിലൻഡിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ രച്ചിൻ രവീന്ദ്ര, വില്യംസൺ, ഇവർ രണ്ടുപേരുമാണ് ഇപ്പോൾ ഫോമിലുള്ള ബാറ്റ്സ്മാൻമാർ. വില്യങ് അത്യാവശ്യം നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് പാകിസ്ഥാനിൽ. എസ്പെഷ്യലി ഈ മാച്ച് പാകിസ്ഥാനിലായതുകൊണ്ട് വില്യങ് തീർച്ചയായിട്ടും ഒരു അസറ്റ് തന്നെ ആയിരിക്കും. ഈ മാച്ചിൽ കോൺവേ കളിപ്പിക്കുമെന്ന് അറിയില്ല. എൻ്റെ ഒരു അഭിപ്രായത്തിൽ കോൺവേ കളിപ്പിച്ചിട്ട് ഡാരൽ മിച്ചലിനെ പുറത്തിരുത്തണമെന്നാണ്. പക്ഷേ അത് അവർ ചെയ്യുമെന്ന് അറിയില്ല. എന്തായാലും ഡാരൽ മിച്ചൽ അത്ര ഫോമിലല്ല. ടോം ലാദവും ഈ ടൂർണമെന്റിൽ നന്നായിട്ട് ഫോമിലേക്ക് വന്നിട്ടില്ല. അതുപോലെ തന്നെ മിച്ചൽ ബ്രേസ്വെൽ ക്യാൻ ബാറ്റ്. പിന്നെ ഗ്ലെൻ ഫിലിപ്പ് പാകിസ്ഥാനിലായതുകൊണ്ട് തന്നെ ഗ്ലെൻ ഫിലിപ്പിനും അത്യാവശ്യം നന്നായിട്ട് ഫയർ വർക്ക് നടത്താൻ പറ്റും, നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും. സോ ഇവരുടെ ഒരു ബാറ്റിംഗ് ഡെപ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സൗത്ത് ആഫ്രിക്കയുടെ അത്രയും ഡെപ്ത് ഇല്ലെങ്കിൽ പോലും ഇവർക്കും ഒരു എൻഡ് വരെ, ഒരു നമ്പർ 8 വരെ അത്യാവശ്യം ബാറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടീമാണ് ന്യൂസിലൻഡ്. പക്ഷേ പാകിസ്ഥാനിലാണ് മാച്ച്, ഹൈ സ്കോറിംഗ് മെനു ആണ്. സോ സൗത്ത് ആഫ്രിക്കയുടെ ബാറ്റിങ്ങും ന്യൂസിലൻഡിന്റെ ബാറ്റിംഗ് കമ്പയർ ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി സൗത്ത് ആഫ്രിക്കയ്ക്ക് മുൻതൂക്കമുണ്ട്. കാരണം അവരുടെ ഫയർ പവർ ന്യൂസിലൻഡിനെക്കാട്ടിലും ഒരുപാട് മുകളിലാണ്. എസ്പെഷ്യലി ക്ലാസൻ ആൻഡ് മില്ലർ അവരുടെ ഒരു ഫിനിഷിംഗ് റോളിലുള്ളത്. അതുപോലെ തന്നെ യാൻസൺ. ഇപ്പോൾ ന്യൂസിലൻഡിലേക്ക് വരുവാണെങ്കിൽ അവർക്കൊരു ഗ്ലെൻ ഫിലിപ്പ് മാത്രമേ ഉള്ളൂ അത്ര ഒരു ഫയർ പവർ ഉള്ള, അത്ര എക്സെപ്ഷണലായിട്ട് റണ്ണ് പെട്ടെന്ന് കണ്ടെത്താൻ പറ്റുന്ന ബാറ്റ്സ്മാൻ. സോ ബാറ്റിങ്ങിന്റെ കാര്യത്തിൽ സൗത്ത് ആഫ്രിക്കയ്ക്ക് തീർച്ചയായിട്ടും ന്യൂസിലൻഡിന്റെ മേളിൽ ഒരു അപ്പർ ഹാൻഡ് ഉണ്ട്. ഇനി ബോളിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ സൗത്ത് ആഫ്രിക്കയ്ക്ക് മാർക്കോ യാൻസൺ അത്യാവശ്യം നന്നായിട്ട് തന്നെയാണ് പെർഫോം ചെയ്യുന്നത് ഈ ടൂർണമെന്റിൽ. റബാഡ ഈസ് എ ക്ലാസ് ബോളർ. എപ്പോൾ വേണമെങ്കിലും നല്ല പെർഫോമൻസ് തരാൻ പറ്റുന്ന ബോളറാണ്. സോ റബാഡ ഈസ് ഓൾസോ ഗുഡ്. ഇനി ലുങ്കി എങ്കിഡി സൗത്ത് ആഫ്രിക്കയെ സംബന്ധിച്ച് നന്നായിട്ട് പെർഫോം ചെയ്യാത്തൊരു ബോളറാണ് ഈ ടൂർണമെന്റിലുടനീളം. എനിക്ക് നല്ല പഴയൊരു പേസോ അല്ലെങ്കിൽ പഴയൊരു ഇമ്പാക്റ്റോ ലുങ്കി എങ്കിഡിക്ക് ഉണ്ടാക്കാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ മഹാരാജും ഇതുവരെ പെർഫോം ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ മുൾഡർ ഇവർക്ക് വേണ്ടി നന്നായിട്ട് ബോൾ ചെയ്യുന്നുണ്ട്. മിഡിൽ ഓവേഴ്സിൽ നന്നായിട്ട് ബോൾ ചെയ്യാൻ പറ്റുന്ന ഒരു ബോളറാണ് മുൾഡർ. ഇനി ന്യൂസിലൻഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവരുടെ 3 പേസ് ബോളേഴ്സ്, മാറ്റ് ഹെൻറി, ജാമിസൺ, അതുപോലെ തന്നെ ഒറൂക്ക്, ഇവർ 3 പേരും നന്നായിട്ട് തന്നെ പെർഫോം ചെയ്യുന്നുണ്ട്. ഇന്ത്യയോടുള്ള മാച്ചിൽ തന്നെ നന്നായിട്ട് കൃത്യതയോടെ തന്നെ ബോൾ ചെയ്ത 3 പേസ് ബോളേഴ്സ് ആണ്. അതുപോലെ തന്നെ ഓൾ ടൈം ഡിപ്പെൻഡബിൾ ആയിട്ടുള്ള ഇവരുടെ ക്യാപ്റ്റൻ സാന്നർ നന്നായിട്ട് ഏത് കണ്ടീഷൻസും ബോൾ ചെയ്യാൻ പറ്റുന്ന ബോളറാണ്. പിന്നെ ബ്രേസ്വെൽ ക്യാൻ ഓൾസോ ബോൾ. അതുപോലെ തന്നെ ഗ്ലെൻ ഫിലിപ്പ് ഹാൻഡി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പിന്നറും ആണ്. അപ്പോൾ ടോട്ടലി നോക്കുമ്പോൾ സൗത്ത് ആഫ്രിക്കയെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ന്യൂസിലൻഡിന്റെ ബോളിംഗ് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. എസ്പെഷ്യലി ആ 3 പേസ് ബോളേഴ്സ് കൺസിസ്റ്റന്റ് ആയിട്ട് പെർഫോമൻസ് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ സൗത്ത് ആഫ്രിക്കയെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലുങ്കി എങ്കിഡി ആ ഒരു പെർഫോമൻസ് കൊടുക്കാത്തത് കൊണ്ട് തന്നെ ബോളിംഗ് തീർച്ചയായിട്ടും ഒരു അപ്പർ ഹാൻഡ് ഉള്ളത് ന്യൂസിലൻഡിന് തന്നെയാണ്. ഇനി ഫീൽഡിങ്ങിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ രണ്ട് ടീമും എക്സെപ്ഷണലി നന്നായിട്ട് ഫീൽഡ് ചെയ്യുന്ന ടീംസാണ്. ഇപ്പോൾ ന്യൂസിലൻഡിന്റെ ഗ്ലെൻ ഫിലിപ്പിന്റെ ക്യാച്ചൊക്കെ നമ്മൾ കണ്ടു, പാകിസ്ഥാനെതിരെ വിരാട് കോഹ്ലിയുടെ ക്യാച്ച് എടുത്ത് കണ്ടു. അതുപോലെ തന്നെ സൗത്ത് ആഫ്രിക്കയും ഹിസ്റ്റോറിക്കലി തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് ഫീൽഡിംഗ് ടീംസാണ്. സോ ഇവർ നമ്മളൊരു കമ്പാരിസൺ പറയുകയാണെന്നുണ്ടെങ്കിൽ രണ്ടുപേരും കട്ടയ്ക്കാണ് ഈ ഫീൽഡിങ്ങിന്റെ കാര്യത്തിൽ. അഗെയിൻ ഇപ്പോഴത്തെ ഒരു കറണ്ട് ഫോമിന്റെയും കറണ്ട്
ഇപ്പോൾ വില്യംസനൊക്കെ എടുത്ത ഒരു ക്യാച്ചിൻ്റെ ഒക്കെ ബലത്തിൽ പറയുകയാണെന്നുള്ള ഒരു സ്ലൈറ്റ് എഡ്ജ് ന്യൂസിലൻഡിന് ഫീൽഡിങ്ങിൽ കൊടുക്കാൻ പറ്റും. ഇനി ഹാൻഡ്ലിംഗ് ദ പ്രഷർ ആൻഡ് ടെമ്പറമെൻ്റ് ഒരു കമ്പാരിസൺ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റീസെൻറ്റ് ടൈംസിൽ ന്യൂസിലൻഡ് തന്നെയാണ് കുറച്ചും കൂടെ ബെറ്റർ. ഹിസ്റ്റോറിക്കലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നോക്കൗട്ട്സിലെല്ലാം സൗത്ത് ആഫ്രിക്ക പരാജയപ്പെട്ടിട്ടേ ഉള്ളൂ. കഴിഞ്ഞ 2024 T20 വേൾഡ് കപ്പ് ആയാലും 2023 വേൾഡ് കപ്പ് ആയാലും ഏതൊരു നോക്കൗട്ട് നമ്മൾ പുറകോട്ട് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സൗത്ത് ആഫ്രിക്കയുടെ പെർഫോമൻസ് അത്ര മെച്ചമല്ല. അവർ അണ്ടർ പ്രഷറിലായി പോകുന്നത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ 2015 ന്യൂസിലൻഡുമായിട്ടുള്ള സെമി ഫൈനൽ എടുത്താലും നല്ലൊരു മാച്ചിൽ കയ്യിലിരുന്ന മാച്ച് അണ്ടർ പ്രഷറിൽ ആവശ്യമില്ലാത്ത പ്രഷറിലേക്ക് പോയിട്ട് അവർ തോൽക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. സോ പ്രഷർ മാനേജ്മെൻറ്റും അതുപോലെ തന്നെ ടെമ്പറമെൻ്റ് കാര്യത്തിൽ ന്യൂസിലൻഡിൽ ഡെഫിനറ്റ്ലി ഒരു എഡ്ജ് സൗത്ത് ആഫ്രിക്കയ്ക്ക് മുകളിലുണ്ട്. ഇനി പിച്ച് ആൻഡ് കണ്ടീഷൻസിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ പാകിസ്ഥാനാണ്, ലാഹോറാണ്, ഹൈ സ്കോറിംഗ് വെന്യൂ ആണ്. ഒരു ആവറേജ് സ്കോർ എന്നൊക്കെ പറയുന്നത് 300-ന്റെ മുകളിലാണ്. അപ്പോൾ ടോസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഏതൊരു ടീമും ഫസ്റ്റ് ബാറ്റ് ചെയ്യാനേ ട്രൈ ചെയ്യുള്ളൂ. ചേസ് ചെയ്യുന്നവരുടെ റെക്കോർഡ് അത്ര നല്ലതല്ല ഈ ഗ്രൗണ്ടിൽ. സോ ഒബിയസ്ലി ഫയർ പവർ കൂടുതലുള്ളതുകൊണ്ട് തന്നെ സൗത്ത് ആഫ്രിക്കയ്ക്ക് ഈ ഒരു കണ്ടീഷൻസിൽ ന്യൂസിലൻഡിനെക്കാട്ടിലും ഒരു അപ്പർ ഹാൻഡ് ഉണ്ട്. കാരണം ലാഹോറാണ്, ഹൈ സ്കോറിംഗ് വെന്യൂ ആണ്, അതായത് ഹൈവേ റോഡാണ്. അപ്പോൾ സൗത്ത് ആഫ്രിക്കയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ക്ലാസൻ, മില്ലർ, യാൻസൺ ഒക്കെ ഉള്ള അവരുടെ ഒരു മിഡിൽ ഓർഡർ ഫയർ പവർ വളരെ കൂടുതലാണ്. ന്യൂസിലൻഡ് സൗത്ത് ആഫ്രിക്കയായിട്ട് കമ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ മോശമാണെന്നല്ല, പക്ഷേ ഫയർ പവറിൻ്റെ കാര്യത്തിൽ സൗത്ത് ആഫ്രിക്കയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത്ര ഇല്ല എന്ന് പറയാൻ ഒരു ഗ്ലെൻ ഫിലിപ്പ് മാത്രമേ ഉള്ളൂ. സോ ഈ ഒരു കാര്യത്തിൽ സൗത്ത് ആഫ്രിക്ക ഹാവ് അപ്പർ ഹാൻഡ്. അപ്പോൾ മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ടൂർണമെൻറ്റിലെ പെർഫോമൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ സൗത്ത് ആഫ്രിക്ക ഹാവ് അപ്പർ ഹാൻഡ്. ഇനി ഓവറോൾ നോക്കൗട്ട്സിലെ പെർഫോമൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഹിസ്റ്ററി ഒക്കെ നോക്കുകയാണെങ്കിൽ ഒബ്വിയസ്ലി ന്യൂസിലൻഡിനാണ് അപ്പർ ഹാൻഡ് ഉള്ളത്. സൗത്ത് ആഫ്രിക്ക എന്നും ചോക്ക് ചെയ്തിട്ടേ ഉള്ളൂ. പിന്നെ ഈ വെന്യൂവിനെ സംബന്ധിച്ച് വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സ്ലൈറ്റായിട്ട് മഴയുടെ ഫോർകാസ്റ്റ് പറയുന്നുണ്ട്. അങ്ങനെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ റൺ റേറ്റ് വളരെ ക്രൂഷ്യലാണ്. അങ്ങനെ നോക്കുമ്പോൾ സൗത്ത് ആഫ്രിക്കയ്ക്ക് ഒരു സ്ലൈറ്റ് എഡ്ജ് ആ ഒരു കാര്യത്തിലുണ്ട്. പിന്നെ പാകിസ്ഥാനിൽ നമ്മൾ കണ്ടാണ് മഴ വന്നു കഴിഞ്ഞാൽ ഇവരുടെ മാനേജ്മെൻറ്റ് വളരെ മോശമാണ്. ഒരു സെമി ഫൈനലിൽ ചിലപ്പോൾ ഒലിച്ചു പോകാൻ അല്ലെങ്കിൽ ഒരു ബാക്കപ്പ് ഡേയിലേക്ക് മാറ്റാനൊക്കെ ചാൻസ് ഉണ്ട് നല്ല മഴ വരുവാണെന്നുള്ളത്. കാരണം വളരെ പരിതാപകരമാണ് അവരുടെ ഗ്രൗണ്ട് മാനേജ്മെൻറ്റ്. ഇപ്പോൾ മഴ പെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഡ്രെയിനേജ് ഒന്നും പ്രോപ്പർ അല്ലാത്തതുകൊണ്ട് തന്നെ സ്പോഞ്ചൊക്കെ വെച്ചിട്ടാണ് അവരത് ചെയ്യുന്നത്. അപ്പോൾ മഴ നന്നായിട്ട് പെയ്ത് കഴിഞ്ഞാൽ അത് മാച്ചിനെ നന്നായിട്ട് എഫക്റ്റ് ചെയ്യും. സോ സ്ലൈറ്റ് ട്രെയിനേ പറയുന്നുള്ളൂ. അങ്ങനെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ റൺ റേറ്റ് ക്രൂഷ്യലാണ്. സോ ഈ ഒരു മാച്ചിൽ ഞാൻ സ്ട്രോങ്ലി സൗത്ത് ആഫ്രിക്കയ്ക്ക് വേണ്ടി റൂട്ട് ചെയ്യും. ഈ സൗത്ത് ആഫ്രിക്ക ജയിക്കണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. 2015 വിഷമം, 2024 ഫൈനലിൽ ഇന്ത്യയോട് പരാജയപ്പെട്ടതിൻ്റെ വിഷമം ഒന്നും മാറിയിട്ടില്ല. സോ ഇനിയും ഒന്നും കൂടെ താങ്ങാനായിട്ട് സൗത്ത് ആഫ്രിക്കയ്ക്ക് തീരെ പറ്റില്ല, സൗത്ത് ആഫ്രിക്കൻ ഫാൻസിന് പറ്റില്ല, എനിക്കും പറ്റില്ല. സോ ഐ വിൽ ഡെഫിനറ്റ്ലി വാണ്ട് സൗത്ത് ആഫ്രിക്ക ടു വിൻ ദിസ് മാച്ച്. ഇപ്രാവശ്യമെങ്കിലും ന്യൂസിലൻഡിനെ ബീറ്റ് ചെയ്തിട്ട് ഫൈനലിലേക്ക് എത്തി ഇന്ത്യയോ ഓസ്ട്രേലിയയോ അവർക്ക് ഫേസ് ചെയ്യാൻ പറ്റട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഈ ഒരു മാച്ച് സൗത്ത് ആഫ്രിക്ക vs ന്യൂസിലൻഡ് മാച്ച് കഴിഞ്ഞിട്ട് ആ മാച്ചിൻ്റെ റിവ്യൂ ആയിട്ട് വീണ്ടും കാണാം. ബൈ.